First part was good, second part was not that engaging, first part was okay. देखे कि मूवी टाइम टू टाइम आपको लगेगा कि हाँ कुछ तो नया हो रहा है और अच्छा लग रहा है. ചുമ്മാ വേണമെങ്കിൽ ചുമ്മാ പോയി കാണാം. അജയ് ദേവ്ഗണിൻ്റെ തിരിച്ചു വരവൊന്നും ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി അതിൽ നമുക്കത്ര രസമായിട്ടൊന്നും തോന്നില്ല. It's good. The movie is good, that's it. I liked first part than second part. First part was good, second part was not that engaging, first part was okay. Acting is very good. Everything is good, that's it. Thank you. കുഴപ്പമില്ല, കൊള്ളാം. ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും വരുന്നില്ല. അജയ് ദേവൻ കൊള്ളാം, കണ്ടിരിക്കാന്ന് വെച്ചാൽ ചുമ്മാ വേണമെങ്കിൽ ചുമ്മാ പോയി കാണാം. बहुत अच्छा था, बहुत स्पेशियस है. मतलब बीच बीच में आपको पता नहीं चलेगा कि कहाँ जा रहा है स्टोरी और कहाँ आ रहा है. बढ़िया है और रेड वन की तरह रिलेटेड कर सकते हैं हम. परफॉर्मेंस अजय देवगन का बहुत अच्छा है, जैसे कि रेड वन में देखे थे उस तरह की परफॉर्मेंस है. और देखे कि मूवी टाइम टू टाइम आपको लगेगा कि हाँ कुछ तो नया हो रहा है और अच्छा लग रहा है. ओवरऑली बहुत अच्छा, स्टोरी में बहुत अच्छा है और दोनों का एक्टिंग बहुत अच्छा है. सुपर. हाँ ठीक है. റെയ്ഡ് കുഴപ്പമില്ലാത്ത സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഇൻകം ടാക്സ് ഇൻസ്പെക്ഷനും റെയ്ഡിൻ്റെ ആ ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ അതേപോലെ ഇതിൽ വേറെ കുറേ സാഹചര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഋതേഷിൻ്റെ നല്ലൊരു അഭിനയം എന്ന് പറയാം. പുള്ളി മുമ്പ് അതൊരു വില്ലൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു നെഗറ്റീവ് കഥാപാത്രം, അതുപോലെ പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തു. അജയ് ദേവനെക്കാട്ടിയും മേളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ ഋതേഷ് ചെയ്തേക്കുന്ന വേഷം. പിന്നെ സൗരഭ് ശുക്ല മറ്റേതിൽ ഉണ്ടായിരുന്ന അയാൾ തന്നെ ഇതിലുമുണ്ട്. പുള്ളി ഒരു പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലെ ഒരു നെടുമുടി വേണു എന്നൊക്കെ പറയുന്ന പോലെ ആ ക്യാരക്ടർ അതുമാതിരി ഒരു ടൈപ്പ് ക്യാരക്ടർ. പിന്നെ കൂടെ അഭിനയിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊരു പക്ക ഒരു റെയ്ഡ് അങ്ങനെ നമുക്കത്ര രസമായിട്ടൊന്നും തോന്നില്ല. മറ്റേ ആദ്യത്തെ റെയ്ഡ് കണ്ടിട്ട് നമ്മളിതിൽ വന്നാൽ അതിന് അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഇതിൽ സ്ഥലവും പശ്ചാത്തലവും റെയ്ഡിൻ്റെ ആ ഒരു വ്യാപ്തിയൊക്കെ ഒരു മാറ്റം ഉണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ തമന്നയും ജാക്ലിൻ ഫെർണാണ്ടസും ഒന്ന് രണ്ട് ഐറ്റം പാട്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അല്ലാതെ ഒരു ഭയങ്കര നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സിനിമയെന്നൊന്നും പറയാൻ പറ്റില്ല. വെറുതെ നമുക്ക് ഹിന്ദി സിനിമയോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അജയ് ദേവ്ഗണിനോട് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണാം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് എന്നെ പോലെ തന്നെ ലേലിൽ താഴോട്ടൊന്നും പോയിട്ടില്ല. അതേപോലെ അതിൽ കുറേ റെയ്ഡിൻ്റെ കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിൽ പുതിയ ടെക്നിക്കുകളിലെ ആളുകൾ ഈ അവരുടെ സമ്പാദ്യം ഒളിപ്പിച്ച് വെച്ചേക്കുന്നു. പുള്ളി അതിനെ കണ്ടുപിടിക്കുന്നു. ആ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് എന്നൊക്കെ പറയില്ലേ, പ്ലേ എന്ന് പറയില്ല, അതേപോലെ ഒരു സിനിമ വെറുതെ കണ്ടിരിക്കാം. അജയ് ദേവ്ഗണിൻ്റെ തിരിച്ചു വരവൊന്നും ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി അതിൽ അതേപോലെ മിക്കവാറും ബോക്സ് ഓഫീസിൽ വേറെ ഒരു ചലനമൊന്നും ഉണ്ടാക്കാൻ ഒരു സാധ്യതയില്ല ഈ സിനിമ. കാരണം പ്രത്യേകിച്ച് വേറിട്ട് നമുക്ക് അങ്ങനെ ഒരു കഥയൊന്നുമില്ല. റെയ്ഡ് അങ്ങനെയൊക്കെയുള്ള പിന്നെ ഫാമിലി എലമെൻറ്റ്സ് മറ്റേൽ ഇല്ലിയാന അഭിനയിച്ചിരുന്നു. ഇതിലിപ്പോൾ വാണി കപൂർ ഭാര്യയുടെ റോളിൽ പിന്നെ കുറച്ച് ഫാമിലിയായിട്ട് ഇൻട്രാക്ഷൻ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഈ സിനിമയിൽ വേറെ നമുക്ക് എടുത്തു പറയാൻ തിരക്കഥയിലൊന്നും വേറെ ഇതൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ടൈം പാസിന് വേണ്ടി പോയി കാണാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വേറെ മികവൊന്നുമില്ല. 10 ഞാനൊരു 5 കൊടുക്കുകയുള്ളൂ. അതിനുള്ള ഇതേ ഉള്ളൂ. കാരണം മറ്റേതിൽ നിന്ന് വേറെ വ്യത്യാസമൊന്നുമില്ല. റെയ്ഡിൻ പോലെ തന്നെയാണ് ഈ റെയ്ഡ് 2.